ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ എമ്പുരാനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേട്ടിപ്പോൾ ഞാൻ ശരിക്കും തകർന്നിരിക്കുക. കാരണം എമ്പുരാൻ ഇപ്പോൾ തുടങ്ങിയപ്പോൾ മുതൽ എന്താ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടത്തുന്ന ഒരു പ്രൊമോഷൻ ഉണ്ടല്ലോ, ആ പ്രൊമോഷനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോഷനാണ് ഇപ്പോൾ നമ്മുടെ ആശീർവാദ് സിനിമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പം ഈ ഒരു മാസം ഈ മാസത്തിൻ്റെ തുടക്കം നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നമായിരുന്നു എമ്പുരാനുമായി ബന്ധപ്പെട്ട്. എമ്പുരാൻ്റെ സിനിമയിലേക്ക് എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്നില്ല പറഞ്ഞു കുറേ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക നമ്മുടെ ഫാൻസുകളാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമൻ്റൊക്കെ അടിച്ച് കളിക്കണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു സമയത്ത് നമ്മുടെ ആശീർവാദ് സിനിമാസും പിന്നെ നമ്മുടെ ലൈക്ക പ്രൊഡക്ഷനും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എമ്പുരാൻ്റെ. ആ പ്രശ്നമൊക്കെ തന്നെ സോൾവ് ആയി. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ എല്ലാം സോൾവ് ആയി. നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻ പൂർണ്ണമായും ഈ എമ്പുരാൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് മാറി. അതിനുശേഷം നമ്മുടെ മാലാകനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗൂഗിൾ മൂവീസാണ്. അദ്ദേഹം വന്നതോടുകൂടി തന്നെ ഈ സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറുകയും അതിനുശേഷം ഈ സിനിമയുടെ എന്താ പറയുക ഈവൻ നമ്മുടെ ഡേറ്റ് എങ്ങനെ മാർച്ച് 27 തന്നെ റിലീസ് ചെയ്യുമോ എന്നുള്ള ഡൗട്ട് പോലും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പറയണ്ടേ ഞങ്ങൾ ചെയ്യില്ലെന്നൊക്കെ പറയണ്ടേ. പക്ഷെ അതൊന്നും വകവയ്ക്കാതെയാണ് ആന്റണി പെരുമ്പാവൂരും മറ്റവരും ടീംസ് ഇതിന് മുന്നോട്ട് പോയിരിക്കുന്നത്. കാരണം എങ്ങനെ അവരുടെ പ്രശ്നം പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അല്ല, അവരുടെ പ്രശ്നം ലൈക്കുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ആയിരുന്നു. ആ പ്രശ്നം സോൾവ് ആയത്. പിന്നെ അതിലേക്ക് നമ്മുടെ ഗോകുലം മൂവീസ് വരികയും അതിൻ്റെ മറ്റു പ്രൊഡക്ഷനുമായിട്ടുള്ള എല്ലാ പ്രശ്നവും ഞാൻ അവർക്ക് ആ മാർച്ച് 27 തന്നെ ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഏറ്റവും അതിയായ ഒരു ആഗ്രഹമുണ്ട്. കാരണം ആ ഒരു വെക്കേഷൻ സ്റ്റാർട്ടിങ് ഒക്കെ ആണല്ലോ. കാരണം നമ്മുടെ ഈ എക്സാം എല്ലാം കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണ്. അതിന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സപ്പോസ് അങ്ങനെ പ്രശ്നമൊക്കെ ആയി മാറുകയാണെങ്കിൽ പിന്നെ ആ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇപ്പം മാർച്ച് 27 തന്നെ ആയി, ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവ് ആയി. അപ്പോൾ തന്നെ എന്തായി, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നോക്കുകയാണെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കിയത് ആശീർവാദ് സിനിമാസിനെയും ഗൂഗിൾ മൂവീസിനെയും അവൻ്റെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലും അതൊക്കെ പ്രൊമോട്ട് ചെയ്യാം. കാരണം ഇന്ന് നോക്കുകയാണെങ്കിൽ കാരണം ഇതുവരെ കാണാത്ത മലയാള സിനിമയിലെ ഒരു പ്രൊമോഷൻ രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് ആശീർവാദ് സിനിമാസിന് തന്നെയാണ്. മലയാളത്തിലെ ഏത് പ്രൊഡക്ഷൻ ഹൗസ് എടുക്കുകയാണെങ്കിലും അവർ സിനിമയൊക്കെ എടുക്കുമ്പോൾ എല്ലാം കൊണ്ടുവരും, നല്ല നടനെ കൊണ്ടെല്ലാം അഭിനയിപ്പിക്കും. പക്ഷെ അവർക്ക് ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ കൊണ്ട് സെല്ല് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അവർ ഭയങ്കര അധികം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആശീർവാദ് സിനിമാസിനാണ്. കാരണം അവർ 4 ഭാഷയിലേക്ക് അവർ ഇറക്കുന്നുണ്ട് സിനിമ. എന്നിട്ട് അതിനെ ആ 4 ഭാഷയിലേക്ക് ഇറക്കുന്നത് ചുമ്മാ മാത്രം ഇരിക്കണം എല്ലാം. അവർ ചെയ്യുന്നതാ 4 സംസ്ഥാനങ്ങളിലേക്കും പോകേണ്ടത്. ഇല്ലെങ്കിൽ 5 സംസ്ഥാനം 5 ഭാഷയുണ്ടെങ്കിൽ 5 ഭാഷകളുടെ 5 ഭാഷ എവിടേക്കാണ് മേജോറിറ്റി അവിടെ എല്ലാം പോയി അവർ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ആന്ധ്രാപ്രദേശ് പോയി, എന്താ പറയുക തെലുങ്കാന പോയി, ഇപ്പോൾ പിന്നെ ബാംഗ്ലൂർ പോയി, അങ്ങനെ എല്ലാം തമിഴ്നാട് എല്ലാവരെയും പോയി അവർ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവരുടെ പ്രൊഡക്ഷൻ അവർക്ക് സെല്ല് ചെയ്യേണ്ടത് അവൻ്റെ ആവശ്യം തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു മുതൽ മുടക്കുള്ള സിനിമ അവർ പ്രൊഡ്യൂസ് ചെയ്തു, അവർ ഏറ്റവും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിൽ കൊണ്ട് അവർ കിട്ടി, അവർക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാവരെയും ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ പ്രീ സെയിൽസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ബുക്ക് മൈ ഷോൻ്റെ ഏറ്റവും വലിയ റിപ്പോർട്ട് പറയുകയാണെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് 6,45,484 ടിക്കറ്റ് വിറ്റു എന്നുള്ള റിപ്പോർട്ട് ബുക്ക് മൈ ഷോ തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടായിരുന്നു. കാരണം 24 മണിക്കൂർ കൊണ്ട് ഇത്രയും അധികം ടിക്കറ്റുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ, കാരണം ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു ബോളിവുഡോ അല്ലെങ്കിൽ വേറെ വലിയ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. വലിയ നമ്മുടെ മലയാളം ഒരു കുഞ്ഞ് ഇൻഡസ്ട്രി, കാരണം ഇത്രയും വലിയ പ്രീ സെയിൽസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത്തരം കടമ്പയൊക്കെ നമുക്കും കടക്കാൻ പറ്റും എന്ന് കാണിച്ചു തരാൻ നമ്മുടെ എമ്പുരാൻ സിനിമ ടീമിനും കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇനി വരുന്ന സിനിമകൾക്കും ഇത്തരം രീതിയിലേക്ക് പ്രൊമോഷൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ടും അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വരുന്ന സാധനം ഈസി ടു സെല്ലാണ്. കാരണം മലയാളികളുടെ ആ ഔട്ട്പുട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. കാരണം അത്രമാത്രം ഒരു ക്വാളിറ്റി ഉള്ളൊരു ഔട്ട്പുട്ട് സിനിമ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. കാരണം മറ്റു ഇൻഡസ്ട്രി പോലെ അല്ല നമ്മുടെ ഇൻഡസ്ട്രി. അപ്പോൾ അത്തരം നോക്കുകയാണെങ്കിൽ വളരെയധികം അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോഷനൊക്കെ നടക്കുന്നത്. ഇനി ആ കടമ്പയിലേക്ക് അവരുദ്ദേശിച്ച പോലെ ഈ സിനിമ ഒന്ന് ക്ലിക്കായി കിട്ടുകയാണെങ്കിൽ അവരിത്രയും അധികം കഷ്ടപ്പെട്ടില്ല തന്നെ ഒരു വലിയൊരു എന്താ പറയുക ഔട്ട്പുട്ട് അവർ കിട്ടും, അല്ലെങ്കിൽ ഇത്രയും വലിയ റിസൾട്ട് കിട്ടും. കാരണം എനിക്ക് അതിലൊരു നെഗറ്റീവ് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, മോഹൻലാലിൻ്റെ ഏത് സിനിമ എത്ര ഹൈപ്പിൽ വന്നാലും ആ സിനിമ പെട്ടെന്നുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വിചാരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാറില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒടിയനൊക്കെയാണ്. കാരണം ഹർത്താൽ സമയത്ത് പോലുമാണ് ആ സിനിമ ഇറങ്ങിയിട്ട് പോലും ആ സിനിമയ്ക്ക് അത്രമാത്രം ജനക്കൂട്ടം വരികയും അതുപോലെ തന്നെ ആ ഹർത്താലൊന്നും ഒരു പ്രശ്നമല്ല, കാര്യമല്ല മോഹൻലാലിൻ്റെ സിനിമ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും ജനക്കൂട്ടം വരും, തിയേറ്ററിലൊക്കെ ഇരച്ച് കയറി സിനിമ കണ്ട്. പക്ഷെ ആ തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായി, പക്ഷേ ആ തിയേറ്ററിൽ ഇറങ്ങിയ ആ സിനിമയ്ക്ക് വളരെ മോശപ്പെട്ട റിപ്പോർട്ടായിരുന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ പാഴെ കണ്ട് പൊട്ടിപ്പോയി, ഒരു വസ്തുവിന് കൊള്ളില്ലെന്നുള്ള ലെവലിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഒരു വലിയൊരു പ്രശ്നം. കാരണം മോഹൻലാലിൻ്റെ അടുത്ത കാലം നോക്കുകയാണെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ
ഇതുവരെ ഒരു സിനിമ ജയിച്ചില്ല. നേരെന്ന സിനിമ ഇടയ്ക്കൊന്ന് ചെറിയൊരു ഓളം ഉണ്ടാക്കിയെന്നല്ലാണ്ട് വേറൊന്നും ആയിട്ടില്ല. പക്ഷെ അപ്പോൾ മോഹൻലാൽ ഈ ഒരു സിനിമ വിജയിക്കേണ്ടത് മോഹൻലാലിന്റെ ആവശ്യമാണ്. വേറെ ആരേക്കാളും ആവശ്യം മോഹൻലാലിനാണ്. കാരണം എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സിനിമയിൽ മോഹൻലാലിന്റെ ഇങ്ങനെ ഇറങ്ങുന്നതെല്ലാം പൊട്ടി 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 പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ ഈ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഇന്നലെ വന്നിട്ടുള്ള ചെറിയ ചെക്കന്മാർ പോലും മട്ടി വെച്ച് കയറി നിൽക്കുന്ന സിനിമയിൽ അവന്റെ സിനിമയൊക്കെ തന്നെ കണ്ടന്റ് ബേസിൽ നല്ല സ്ക്രിപ്റ്റ് ഒക്കെ സെലക്ട് ചെയ്ത് അവർക്ക് വൻ സെറ്റപ്പായി നിൽക്കുന്ന ഒരു സാധനം തന്നെ എല്ലാവരും വിജയിക്കുന്നുണ്ട്. മോഹൻലാൽ സിനിമ മാത്രം പൊട്ടി പാളിസാമല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ചെറിയൊരു ഫാൻ ഫൈറ്റ് നടക്കുന്നതിന് മോഹൻലാൽ ഔട്ടായി ഫീൽഡ് ഔട്ട് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ അതൊക്കെ ഉള്ളൊരു ഉത്തരമായിരിക്കും എമ്പുരാൻ എന്ന സിനിമ. കാരണം ഇത്രമാത്രം പ്രീ സെയിൽസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും എന്താ പറയുക ഇത് എല്ലാ ഭാഷയിലും നോക്കുകയാണെങ്കിലും എല്ലാ ഭാഷയിലും അവർ ഇറങ്ങി നല്ല പോലെ കളിക്കുന്നുണ്ട്. കളം അറിഞ്ഞിട്ട് തന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ നല്ലൊരു ചെറിയൊരു പോസിറ്റീവ് റിപ്പോർട്ടും കൂടി ഈ സിനിമയ്ക്ക് കിട്ടുകയാണെങ്കിൽ, കാരണം ഫസ്റ്റ് പറയുമ്പോൾ ലൂസിഫർ എന്ന് പറയുന്നത് നമുക്ക് അന്ന് വലിയ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇറങ്ങി അത് അത്യാവശ്യം പടം നല്ലപോലെ വിജയിച്ചു. കാരണം അതിന്റെ ഒരു കഥ ഒരു പഴഞ്ഞ കഥ തന്നെയായിരുന്നു. കാരണം പുതിയ ഒരു കുപ്പിയിലേക്ക് വീഞ്ഞെടുത്ത് മാറ്റി, പഴയ കുപ്പിയിൽ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് മാറ്റി, അത് തന്നെയാണ് സ്റ്റോറി. പക്ഷെ അതിന്റെ മേക്കിംഗ് അക്കൗണ്ട് വളരെ നല്ലതായിരുന്നു. പിന്നെ അതിന്റെ ബാക്കിയുള്ള ആ ഒരു സ്ക്രീൻ പ്ലേയും മറ്റുമൊക്കെ വളരെ ഭംഗിയുള്ളത് കൊണ്ടാണ് ആ പടം നിന്ന്. പക്ഷെ ഇപ്പൊ കുറച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയി നമ്മളെല്ലാവരും തന്നെ, നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ഈ കോവിഡിന് ശേഷം വരുന്ന എല്ലാ സിനിമകൾക്കും ഭയങ്കരമായിട്ട് ക്വാളിറ്റി ആവശ്യമുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടുകാരും എല്ലാവരും തന്നെ ഈ നമ്മുടെ OTT പോലെ പ്ലാറ്റ്ഫോമിൽ മറ്റൊക്കെ അക്കൗണ്ടൊക്കെ എടുത്ത് അവർ ഈ കാണാത്ത സിനിമ എല്ലാം കണ്ട് നല്ല ഹൈ ബ്രില്യൻ മൈൻഡ് നിൽക്കുന്ന ടീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു കൊട്ടയിൽ വരുന്ന ഒരു അളിഞ്ഞ പടം കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ നേരെ എടുത്ത് വലിച്ചെറിയും. ആ അവസ്ഥയാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഉദാഹരണം പറയാൻ പറ്റുന്നത് പുഷ്പ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം വലിയ വിജയമായിരുന്നു. കേരളത്തിൽ മാത്രം ആ പടം ഹിറ്റായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഭയങ്കര വിജയമായിരുന്നു. കാരണം അതുകൊണ്ട് 2000 കോടി അങ്ങനെയൊക്കെ ഒന്ന് എത്തിയെന്ന് റിപ്പോർട്ട് കണ്ടായിരുന്നു. അപ്പൊ അതാണ് വ്യത്യാസം, മലയാളികളുടെ വ്യത്യാസം തന്നെ. പക്ഷെ ഇപ്പോൾ ഈ പടം എല്ലാ ഭാഷയിലും ഇറങ്ങി എല്ലാ ഭാഷയും ജയിച്ചാലും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മലയാളികൾക്ക് സ്വന്തം തട്ടകത്തിൽ ഹീറോയിസം കാണിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത തട്ടകത്തിൽ കാണിച്ചിട്ട് കാര്യമില്ല. കാരണം അവിടെ ആ സമയത്ത് March 27 സമയത്ത് തന്നെ വേറെ കുറെ സിനിമകളുണ്ട്. തമിഴിൽ വരുന്ന സിനിമയുണ്ട്, ഒരു വിക്രമിന്റെ സിനിമയുണ്ട്, ഹിന്ദിയിലാണെങ്കിൽ നമ്മുടെ സൽമാൻ ഖാന്റെ സിനിമയുണ്ട്. അങ്ങനെ കുറെ സിനിമകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ മലയാളികൾക്ക് ക്ലിക്ക് ആവേണ്ട അത്യാവശ്യമാണ്. കാരണം എന്താ കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കണക്ഷൻ കിട്ടിയാൽ മാത്രമേ ഈ സിനിമ നല്ല രീതിയിൽ ആവത്തുള്ളൂ. അപ്പൊ എന്താ പറയുന്നത് കഴിഞ്ഞാൽ ഈ സിനിമ നല്ല രീതിയിൽ സെയിലാവണമെങ്കിൽ നല്ല രീതിയിൽ ഈ സിനിമ കണക്ട് ആവണം. അപ്പൊ എന്തായാലും പൃഥ്വിരാജും ടീമിനും അതിന് നല്ലൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഈ സിനിമയ്ക്ക് വേണ്ടി ഈ 4 ഭാഷ 5 ഭാഷയിലേക്ക് ഏരിയ അവർ ഇത്രമാത്രം നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സിൽ നല്ലൊരു റിസൾട്ട് March 27 കിട്ടും ഞാനും പ്രതീക്ഷിക്കുന്നു. കാരണം മോഹൻലാലിന് ഈ പടം വിജയിക്കണം അത്യാവശ്യം തന്നെ. പിന്നെ ഈ ഒരു പടത്തിന് പ്രൊമോഷൻ രീതി കണ്ട് ഇനി വരുന്ന മലയാള സിനിമയ്ക്കും പ്രൊമോഷൻ എന്താണെന്ന് പഠിക്കാൻ ഒരു ലെസൺ കൂടിയായിട്ടാണ് എനിക്ക് തോന്നി. കാരണം അത്രമാത്രം നല്ല രീതിയിൽ ഏത് സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിലും നല്ല പ്രൊമോഷൻ ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഈ ചരിത്രത്തിന് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇതുവരെ ഇങ്ങനെ ഒരു പ്രൊമോഷൻ നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഏത് രീതിയിലും മറ്റു ബോളിവുഡോ അല്ലെങ്കിൽ മറ്റു തമിഴ് ഇൻഡസ്ട്രിയൊക്കെ നായകന്മാരൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്ന് ഈ സിനിമയ്ക്കൊക്കെ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അതേ തന്നെയാണ് നമ്മളിപ്പോൾ മലയാളികൾ ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. എന്തായാലും ഈ സിനിമയ്ക്ക് നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.